2 മണിക്കൂർ വർക്കൗട്ട് ചലഞ്ചിൻ്റെ ഡേ 3 ആയിരുന്നു ഇന്ന്. യോഗ സെക്ഷനിലാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. പ്രാണായാമ സെക്ഷനായിരുന്നു ആദ്യമേ ചെയ്തത്. നാഡീശുദ്ധി പ്രാണായാമമാണ് ചെയ്തത്. പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയാണ് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നേരെ യോഗ പോസുകളിലേക്ക് പോയി. യോഗ പോസുകളൊക്കെ ചെയ്തിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് പോസുകളൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് പോസുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നേരെ പോയത് കളരിയിലെ കാലുകളിലേക്കാണ്. വെട്ടിക്കാലാണെന്ന് മെയിനായിട്ട് ചെയ്തത്. വെട്ടിക്കാൽ ചെയ്തിട്ട് നേരെ സ്കിപ്പ് റോപ്പ് എടുത്തു. സ്കിപ്പ് റോപ്പ് 3 മിനിറ്റിൻ്റെ 3 റൗണ്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ 3 മിനിറ്റിൻ്റെ 3 റൗണ്ട് ചെയ്തിട്ട് നേരെ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ടുള്ള പഞ്ച് സെക്ഷനിലേക്ക് പോയി. പഞ്ചിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ പോയത് നമ്മളെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവാനുള്ള പ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ടിലേക്കാണ്. അത് കഴിഞ്ഞ് നേരെ പോയത് ഹെഡ് സർക്കിൾസിലേക്കായിരുന്നു. അത് 10 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് നേരെ പോയത് ബൈസെപ്സ് കീഴിലേക്കായിരുന്നു. അതും 10 കൗണ്ടിൻ്റെ 2 സെറ്റാണ് ചെയ്തുള്ള വർക്കൗട്ട് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ച് കുറച്ച് നേരം ചെയ്ത് നോക്കി. അതിനുശേഷം നേരെ പോയത് മുദ്ഗറിൻ്റെ വർക്കൗട്ടിലേക്കായിരുന്നു. മുദ്ഗറിൻ്റെ വർക്കൗട്ട് 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ടക്ക് ജമ്പ് കുറച്ച് നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് ടക്ക് ജമ്പിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നേരെ ബാറ്റിൽ ഡ്രോപ്പ് എടുത്തു. ബാറ്റിൽ ഡ്രോപ്പ് വർക്കൗട്ട് 1 മിനിറ്റിൻ്റെ 3 റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ലഞ്ചക്കിൻ്റെ കൂടായിരുന്നു. റെസ്റ്റ് റോളാണ് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്തത്. റെസ്റ്റ് റോൾ പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ പോയത് ലഞ്ചസിലേക്കായിരുന്നു. ലഞ്ചസ് 20 കൗണ്ടിൻ്റെ ഒരു സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് സ്റ്റിക്ക് എടുത്തു. സ്റ്റിക്ക് കൂടുതലും ഫിഗർ 8 റൊട്ടേഷനാണ് പ്രാക്ടീസ് ചെയ്തത്. അടുത്ത വർക്കൗട്ട് നമ്മളെ പഞ്ചിങ് പവർ ഇമ്പ്രൂവ് ആയുള്ള വർക്കൗട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷെയ്ഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഫൂട്ട് വർക്കിംഗ് സെക്ഷനിലേക്ക് പോയി. മെയിനായിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ആണ് പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷം അടുത്ത സെക്ഷൻ ഫൂട്ട് വർക്ക് ഇമ്പ്രൂവ് ആയുള്ള സെക്ഷൻ തന്നെ ആയിരുന്നു. അത് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത വർക്കൗട്ടിലേക്ക് പോയി. അടുത്ത വർക്കൗട്ട് കരാട്ടയുടെ വർക്കൗട്ടായിരുന്നു. കരാട്ടെ കത്താസാണ് മെയിനായിട്ട് ചെയ്ത് നോക്കിയത്. ബേസിക് കത്താസ് കുറച്ച് നേരം ചെയ്ത് നോക്കിയിട്ട് പഞ്ചിങ് ബാഗിൻ്റെ വർക്കൗട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പഞ്ചിങ് ബാഗിൻ്റെ വർക്കൗട്ട് 1 മിനിറ്റിൻ്റെ 3 റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വർക്കൗട്ട് മേപ്പായിട്ട് ആയിരുന്നു. മേപ്പായിട്ട് കുറച്ച് നേരം ചെയ്ത് നോക്കി. അതിനുശേഷം നേരെ പോയത് ചുവടിലേക്കായിരുന്നു. ചുവടും ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോഡി കണ്ടീഷൻ ചെയ്തായിരുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.